വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ ലേക്ക് കൊണ്ടാരിയിൽ കൊണ്ടുപോകാൻ പോകണേ. എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു കുറച്ച് നേരം. അപ്പോൾ അവർ വന്നിട്ടുണ്ട്, കാണിച്ചു തരാമേ. നമ്മൾ നടക്കുകയാണേ. ഒരു കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നടന്നാലേ നമ്മളവിടെ എത്തുള്ളൂ. അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ട്, കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നാണല്ലോ, നമ്മുടെ ഫസ്റ്റ് ഇട്ട വീഡിയോയിലുണ്ടായിരുന്നു. പിന്നെ മറ്റു കുട്ടി ആ കുട്ടീനെ കാണിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഷീസ് മൈ ഫ്രണ്ട്, ഷീസ് സുസ്മിത. Okay. Turkey bird, you know that? Turkey, that is Canadian goose, right? Is this Canadian goose? Yeah. ആ കാണുന്നില്ലേ, ആ കാണുന്നത് ഇവിടുത്തെ കോളേജാണ്, സെൻറ് ലോറൻസ് കോളേജ്. നമ്മളുടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് തൊട്ടപ്പുറത്തെ സ്റ്റോപ്പാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, നിങ്ങളൊരു ദിവസം അവിടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു തരാം. ഇത് നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ. ഞാൻ പറയും ഹിഡൻ ജം എന്ന് പറയും. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വന്ന് ആരുടെയെങ്കിലുമൊക്കെ കൂടെ വന്ന്, ഒരു ഫാമിലിയുടെ കൂടെയൊക്കെ വന്നിട്ടോ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ് കേട്ടോ. നല്ല സൂപ്പർ പ്ലേസാണ്. ഇവിടെ കിങ്സ്റ്റണിലുള്ള ആൾക്കാർ തന്നെ ഈ പ്ലേസ് എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ ഐ വിൽ സേ you must come and visit. നൈസ് പ്ലേസ് അല്ലേ? ഇതല്ല കേട്ടോ, ഇനിയുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയപ്പോൾ കുറേ അങ്ങോട്ടേക്ക് നടന്നായിരുന്നു. ഇതിവിടെ വേണമെങ്കിൽ ഇറങ്ങി. പിന്നെ അറിയില്ല, പായലൊക്കെ ഉണ്ട്. അധികം ആഴമില്ലെന്ന് തോന്നുന്നു. കുറച്ച് ദൂരം വരെ അധികം ആഴമില്ലെന്ന് തോന്നണം. നമുക്ക് വേണമെങ്കിൽ ഈ റോക്കിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കാം. ഇതാണ് കിങ്സ്റ്റന്റെ ബ്യൂട്ടി. സൂപ്പർ അല്ലേ? നൈസ് പ്ലേസ് അല്ലേ? നോക്കി, ഒരു ഡക്ക് പോണം. ഡക്ക് നമുക്ക് ഇവിടെ നിന്ന് സമയം കളയണ്ട. കുറേ അങ്ങോട്ടേക്ക് നടക്കുമ്പോ ഇല്ലേ, നല്ല സൂപ്പർ പ്ലേസ് ഉണ്ട്. അവിടെ ഞങ്ങൾ അന്ന് പോയപ്പോൾ ഒരു കുഞ്ഞു ഡക്ക് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പോകാം. വലിയതായിട്ട് അപകടമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് ആ വെള്ളത്തിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും താഴെ. എന്താ അവിടെ നിന്ന് ഒരു വ്ളോഗ് എടുക്കണം. നമ്മൾ ഇങ്ങനത്തെ ഒരു പ്ലേസ് എത്തി. ഇനി നമുക്ക് ആ സ്റ്റെപ്പ് കയറി വീണ്ടും കുറച്ചും കൂടെ നടക്കാം. അപ്പം നല്ല സ്പോർട്സിലെത്തും. കണ്ട നോക്കിയേ,
എനിക്കറിയില്ല നിങ്ങൾക്ക് താഴത്ത് കാണാൻ പറ്റുമോന്ന്. നമുക്കിവിടെ കാണാൻ പറ്റിക്കണം എന്തോരം ആഴമുണ്ടെന്ന്. കുറച്ച് ഭാഗത്ത് ആഴമൊന്നും കാണുന്നില്ല കേട്ടോ. അധികം എനിക്ക് കാണാം താഴേക്ക്. എനിക്കൊന്നും കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴായിരിക്കും ആഴം വരുന്നത്. ഇത് ലേക്കാണ് കേട്ടോ, ലേക്ക് ഉണ്ടായിരിയോ. പക്ഷെ ഇങ്ങനെ കാറ്റുള്ള സമയത്ത് നല്ല തിര വരും. അതെന്ത് പക്ഷിയാന്നറിയില്ല, പക്ഷെ ഒരു ഭയങ്കര ഒച്ചയൊക്കെ എടുത്ത് പറന്നു പോകണുണ്ടായിരുന്നു. ഇത് അവിടെ ഒരെണ്ണമുണ്ട്. പേരെനിക്ക് അറിയില്ല. ഓക്കെ, റിംഗ് ബിൽഡ് ഗേൾ. ഓക്കെ, റിംഗ് ഗിൽഡ്. റിംഗ് വാട്ട്സ് ദാറ്റ്? റിംഗ് ഒരു ഗള്ളാണ്. സീകൾ എന്നൊക്കെ നമ്മൾ പറയണമല്ലോ. വേണ്ട, അതിൻ്റെ അടുത്തോട്ടേ അല്ല ഉണ്ടാകും. നല്ല കൊത്തേക്കെ ചെയ്യും. ആ പക്ഷെ ഒച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതെ, ഒച്ചെടുത്ത്. Look at this. So, let's go. Yeah, we can go there. Yeah. Let's click some. You know, here the spiders are so many. Just be careful, the spider bites. Oh, okay. Yeah. See, there are so many spiders. Oh, where you found? Oh, okay, okay. I found. There are so many spiders. Just be careful from the spider bites. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ ഇത്. ഇവിടെ ആയിരുന്നു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾ കാലൊക്കെ ഒന്ന് നനച്ചായിരുന്നു. ആ ഭാഗത്ത് എവിടെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു. അതായിരുന്നു അവിടെ ഞങ്ങൾ ഇരുന്നത്. ഇത് നോക്കി, ചെറിയ തിരമാലകൾ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ വന്ന് ചുമ്മാ ഇരുന്നാൽ തന്നെ സമയം പോവും. ഈവനിങ് ഒക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട. എനിക്ക് പിന്നെ ഈവനിങ് വർക്കുള്ളത് കാരണമാണ് ഈ സമയത്ത് വരേണ്ടി വന്നത്. നേരത്തെ ഇപ്പോൾ ഇവിടെ 10 സംതിങ് ആയുള്ളൂ. എത്ര മണിയാണെന്നറിയോ? 10:45. അപ്പോൾ ഞങ്ങൾ 10 മണിയായപ്പോൾ ഇങ്ങോട്ടേക്ക് പോന്ന്. കുറച്ചൊന്ന് റിലാക്സ് ചെയ്യണമല്ലോ. എനിക്ക് ഇവിടുന്ന് 12 മണിയാകുമ്പോഴെങ്കിലും തിരിച്ചാലേ വീട്ടിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ച് പോകാൻ പറ്റുള്ളൂ. നമ്മളിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടോ. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത് ഇവിടെ ഇരുന്നും അവിടെ നിന്നിട്ടൊക്കെ. ഇന്നില്ല, ഭയങ്കര സ്ലിപ്പറിയാണ് അവിടെ. നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഷൂസൊക്കെ അഴിച്ചായിരുന്നു, പക്ഷേ ഇറങ്ങാൻ പറ്റാത്ത കാരണം പിന്നെ ഇട്ടു. അറിയില്ല എന്താന്ന്, ഭയങ്കര സ്ലിപ്പറിയായി. പിന്നെ നമ്മൾ വീണ്ടുമല്ല ഒന്നും വരുത്തി വെക്കണ്ടല്ലോ എന്നോർത്ത് ഇറങ്ങിയില്ല. ഇവിടെ ടാറ്റ പറയാ. ടാറ്റ. നമ്മളില്ലേ കുറച്ചും കൂടെ അങ്ങോട്ട് നടന്നു കഴിയുമ്പില്ലേ അവിടെ ഒരു സ്പോട്ടുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു പാറ പോലത്തെ സംഭവം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നിന്ന് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. നല്ല ഭംഗിയ. അപ്പുറത്തേക്ക് നോക്കിയേ, അത് വേറൊരു ഐലൻഡാട്ടോ. അല്ലേ, ഐലൻഡ് അല്ലേ? അവിടെ നമ്മളെ കാറ്റാടിയൊക്കെ ഉണ്ട്. കണ്ട കുറേ കാറ്റാടികളൊക്കെ കാണാം. നല്ല ഭംഗിയില്ലേ ഗൈസ്? സണ്ണി ഡേ ആയത് കാരണം വെള്ളം ഇങ്ങനെ തിളങ്ങുന്നു.
slippery, no, I'm scared. Yeah. No, what? I think this is not slippery. Once we see the color, we can understand. Yes. Look at that part. Oh my god. ഒരു ഇത് ചത്ത് കിടക്കണം. Kind of bird dead, right? യെസ്. സങ്കടകരമായ ഒരു കാഴ്ചയുണ്ട്. ഇത് നോക്കിയേ, അവിടെ ഒരു എനിക്ക് തോന്നുന്നു താറാവാന്ന് തോന്നണം, ചത്ത് കിടക്കണം. ഷോ അതെങ്ങനെയായിരിക്കും അല്ലേ ചത്തത്? നോക്കിക്കോട്ടാ. So can we go there? I am having shift. You are also having shift, right? യെസ്. Not today. No, like continuous I am having shift. And that's nice. At least you guys are having shift. Oh my god, that is not nice. കണ്ടോട്ടെ, നമുക്കിത് ഇവിടെ വേണമെങ്കിൽ ഇറങ്ങി നിൽക്കാം. കഴിഞ്ഞ പ്രാവശ്യം എടുത്ത പിക്കൊക്കെ ഉണ്ട്, അതിൻ്റെ അറ്റത്ത് പോയി നിൽക്കാം. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. താഴത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റും, പക്ഷെ വേണ്ട. അവിടെയൊക്കെ പായൽ പിടിച്ച് കിടക്കാണ്. ബാക്കോട്ട് നോക്കിയേ, സൂപ്പർ. നമ്മൾ ആക്ച്വലി ഇത്രയും നടക്കണമെന്ന് ഓർത്തല്ല കേട്ടോ. ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഇവിടം വരെ വന്നിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. പിന്നെ വൈകുന്നേരം കൂടെ ആയത് കാരണേ. പക്ഷേ ഇല്ലേ, നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാത്ത കാരണം ഇവിടെ കുറച്ചും കൂടെ നടക്കുമ്പോൾ ടിം ഹോട്ടൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. കുറച്ചും കൂടെ നടന്നാൽ മതി. ഹോട്ടൻസിന്റെ മറ്റേ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആണ് ഇവിടുത്തെ എല്ലാ മലയാളികളും. അതെ, മലയാളീസ് ആയാലും പൊതുവെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഒരു എന്താ പറയാ, വളരെ അഫോർഡബിൾ ആണ്. ചായക്ക് കാപ്പിക്കൊക്കെ $1 ഒക്കെ ഉള്ളൂ. അതെ, ഭയങ്കര അഫോർഡബിൾ ആണ്. അപ്പൊ നമ്മുടെ ദേശീയ ഭക്ഷണം, എന്റെ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ നിന്നാണ്. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എല്ലാം അവിടെ നിന്നായി. നല്ല ക്യൂട്ട് പട്ടി. അവരങ്ങനെ അതിനങ്ങനെ ട്രെയിൻ ചെയ്തേക്കുന്നല്ലേ. ഓക്കെ, ഫോളായിട്ട് ആ ചെടികളുടെയൊക്കെ കളറ് ഫോളാവണേ ഉള്ളൂ. ചെടികളുടെ കളർ മാറി തുടങ്ങി. അവിടെ ആ ഇലകളിൽ നോക്കിയാൽ കാണാം, മുകളിലൊക്കെ ഒരു റെഡിഷ് കളറ് വന്നു തുടങ്ങി. ഓ ഗുഡ്. അതെന്താ? ഓ, ഐ തിങ്ക് ഇറ്റ്സ് ഓ ലുക്ക് അറ്റ് ദിസ്. നല്ലല്ലേ? How's this place? ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കണാണ്. ഞാനൊരു ട്രോള് കണ്ടായിരുന്നു കേട്ടോ. ഇത് നോക്കിയേ, ആ റോസിന്റെ വലിപ്പം നോക്കിയേ. നൈസ്. യാ, ഇറ്റ്സ് സോ ഗുഡ്. പിന്നെ ഈ ചെടി സൺഫ്ലവറിന്റെ തന്നെ കുഞ്ഞത്, പേരറിയില്ല. ദാറ്റ് ഈസ് ലാവൻഡർ, റൈറ്റ്? Lavender? Oh, yeah, that's lavender. Oh my god, it might be
fragrance. Let's see. Oh my god, ഇത് ലാവൻഡറാ. Don't Lavender. pluck that. No, I never pluck flowers. കാനഡയുടെ ഒരു ട്രോള. കാനഡയിൽ 4 സീസൺസാണ് ഉള്ളത്. എന്തൊക്കെയെന്നറിയോ? വിന്റർ, സ്പ്രിങ്, ഫോൾ, Summer. കൺസ്ട്രക്ഷൻ. ഇവിടെ സമ്മർ എന്ന് പറഞ്ഞാൽ ടു കനേഡിയൻ സമ്മർ മീൻസ് കൺസ്ട്രക്ഷൻ ടൈം. നല്ല നല്ല ഫ്ലവേഴ്സ്. ഞാൻ ഇങ്ങനെ എനിക്ക് ചെടികൾ വളർത്താൻ എനിക്ക് താല്പര്യം ഉണ്ടെന്നല്ല, അതായത് ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് നോക്കൂല. വെറുതെ നമ്മൾ വീട്ടിലൊക്കെ വളർത്തി തുടങ്ങി പിന്നെ അതുങ്ങളെ നോക്കിയില്ലെങ്കിൽ അത് ഭയങ്കര അവർക്കത് ബുദ്ധിമുട്ടല്ലേ. പക്ഷെ എനിക്ക് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ. എനിക്ക് കാണാൻ ഫ്ലവേഴ്സ് ഉണ്ടായി നിൽക്കണ കാണാൻ. ഇവിടെയൊക്കെ നല്ല സൂപ്പർ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. സമ്മറിലും നമ്മൾ സ്പ്രിങ് ഒക്കെ ആകുമ്പോൾ ഇല്ലേ, സ്പ്രിങ്ങിലാണ് നമ്മൾ നോക്കണമെങ്കിലേ നല്ല കുറേ മറ്റേ ടുളിപ്പും അങ്ങനത്തെ ലില്ലിയൊക്കെ കാണാം. പിന്നെ അത് കുറച്ചും കൂടെ കഴിഞ്ഞ് സമ്മറിലേക്ക് വരുമ്പോൾ ഇല്ല വേറെ തരത്തിലുള്ള ചെടികൾ. അങ്ങനെ ഓരോ ടൈമിലും വേറെ വേറെ ഫ്ലവേഴ്സാണ് ഇവിടെ ഉണ്ടാകും. അത് പെട്ടെന്നായിരിക്കും. ഇവിടുത്തെ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ സഡനാ. നോക്കിക്കേ, ആപ്പിള്, Organic apples. You know that? See? ആപ്പിൾ. നമ്മളുടെ അവിടുത്തെ അത്രയും വലിപ്പമില്ല കേട്ടോ, പക്ഷെ കുഞ്ഞതാ. ഇവിടെ പറിക്കണമെങ്കിൽ പറിക്കാം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്ന് പറിച്ചായിരുന്നു. നല്ല ഭംഗിയുണ്ടല്ലേ. ഇഫ് യു വാണ്ട് യു ക്യാൻ ഗ്രാബ് വൺ. ഈ ഫ്ലവർ നോക്കിക്ക്, ഫ്ലൂറസെന്റ് കളർ പോലെ അല്ലേ, ഓറഞ്ചും മജന്ത, ഓറഞ്ചും മജന്ത. ഇത് നോക്കിയേ, എന്തൊരു വലിയ സൺഫ്ലവറാ. It's too, my god, it's too big. Oh, it's huge. Oh my god. They have a dog. Let's go. Oh my god, let's go. Oh shit. നമ്മളങ്ങനെ ടിം ഹോട്ടൻസിലെത്തി. ഇത് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ലോങ് വാക്ക് എടുത്താ കേട്ടോ. ഇവിടെ നിന്ന് ഒരു കാപ്പി കുടിച്ച് വീട്ടിൽ പോവാം. ക്ലാസിക് ചിക്കൻ റാപ്പും പിന്നെ ഒരു ചോക്ലേറ്റ് കോഫി മേടിച്ചു. ആ കുട്ടി മേടിച്ചു എന്തൊക്കെയോ. നമ്മളിപ്പോൾ നമ്മളുടെ ലേക്ക് ഒണ്ടാരിയുടെ കറക്കമൊക്കെ കഴിഞ്ഞ് എനിക്ക് ക്ലോസിങ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് തിരക്ക് വന്നായിരുന്നു. കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് പിന്നെ കറി വെച്ചിട്ടൊക്കെ വേണമായിരുന്നു ഷിഫ്റ്റിന് പോകാനായിട്ട്. അപ്പോൾ കുറച്ച് ലേറ്റായി നമ്മൾ വന്നപ്പോൾ തന്നെ. അപ്പോൾ എനിക്ക് ക്ലോസിങ് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വർക്കിന് പോയി വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി എടുക്കാം. രാത്രിയായി, നന്നായിട്ട് ഉറക്കം വന്നിട്ട് നല്ല ക്ഷീണം, കണ്ണൊക്കെ ഇങ്ങനെ അടിഞ്ഞു പോണ പോലെ തോന്നുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കാണിച്ച ലേക്ക് ഉണ്ടായിരിയോ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനബിൾ ആക്കുക. അപ്പം ഞാൻ എന്തെങ്കിലും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതുവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.